ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം. നവംബർ 1-ാം തീയതി തിരുമനസ്സിന് ഉള്ളലിവുണ്ടായി സാധാരണ പ്രജകൾക്ക് അപ്പക്കഷ്ണം വലിച്ചെറിയാൻ പോവുകയാണ്. 4.25 വർഷവും ചെയ്യാത്ത പെൻഷൻ്റെ വർധനവ് അടക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രലോഭനം എന്നുള്ള നിലയിലേക്ക് പണ്ട് മഹാരാജാക്കന്മാർ ചെയ്യുന്നത് പോലെയാണ്. അവർ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ അപ്പക്കഷ്ണം വലിച്ചെറിഞ്ഞു കൊടുക്കും. അതിന് സമാനമായി കുറേ പ്രഖ്യാപനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷായെ മുഖ്യമന്ത്രി കണ്ടത്. മുഖ്യമന്ത്രിയെ കണ്ടതിനെ തുടർന്ന് ചില ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒപ്പിട്ട് അടിയന്തരമായി കേന്ദ്രം പണം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൊണ്ട് 200 കോടി രൂപ ഇവരെ സർവ്വശിക്ഷാ അഭിയാൻ്റെ കാര്യവും പറയുന്നുണ്ട്. സർവ്വശിക്ഷാ അഭിയാനും കേരളത്തിന് അത് നൽകേണ്ട പണത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കോടതിയിൽ പോയാലും കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടി വരും. അവർക്ക് പിടിച്ചിരിക്കാനൊക്കത്തില്ല. PMCയുടെ 200 കോടി ശരിയാണ്, അവരുടെ നിബന്ധനകൾക്ക് വഴങ്ങിയാലേ പറ്റത്തുള്ളൂ. സർവ്വശിക്ഷാ അഭിയാനെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ട പണം കിട്ടേണ്ട രീതിയിൽ കേരളം ആവശ്യപ്പെട്ടാൽ കിട്ടുന്നതായിരിക്കും. അന്ന് ഈ 200 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തെ ആകെ വിറ്റ ഈ ഗവൺമെൻറ് ഇനി രാജിവെക്കണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ CPI എന്ത് ചെയ്യണം എന്നവർ സ്വയം ചിന്തിക്കേണ്ടതാണ്. അല്ല, വാദത്തിന് വേണ്ടി 2000 കോടി എന്നങ്ങ് സമ്മതിച്ചോ? എന്നാൽ സംഘീവൽക്കരണം ആകാമെന്നാണോ? ഇവരെന്നല്ലേ പറഞ്ഞത് കാവ്യവൽക്കരണം, സംഘീവൽക്കരണം അതാകാമെന്നാണോ പറയുന്നത്? പിന്നെ എന്താണ് ഈ പദ്ധതി എന്നാദ്യം അവർ പറയട്ടെ. ഒരു ബ്ലോക്കിൽ ഒരു സ്കൂൾ, അതിപ്പോൾ 2 സ്കൂളാക്കി. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾക്കാണ് ഈ പദ്ധതി പ്രയോജനപ്പെടുന്നത്. 300-ൽ താഴെ ബ്ലോക്കുകളാണ് കേരളത്തിലുള്ളത്. 300-ൽ താഴെ ബ്ലോക്കുകളിൽ അത്രയും പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ബ്ലോക്കുകളേ ഉള്ളൂ. ആ ബ്ലോക്കുകളിൽ 1 കോടി രൂപ വെച്ച് 2023 മുതൽ 27 വരെയുള്ള ഈ പദ്ധതി, ഇന്നിപ്പോൾ 2025 അവസാനിക്കുകയാണ്. ഇവിടെ 1 കോടി രൂപ വെച്ചാണ് ഒരു സ്കൂളിന് കൊടുക്കുന്നത്. ഒരു സ്കൂൾ ഒരു ബ്ലോക്കിൽ. കേരളത്തിൽ 15,000 സ്കൂളുകളുണ്ട്. ഒരു സ്കൂൾ ഒരു ബ്ലോക്കിൽ. അതിൽ 60 ലക്ഷമേ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുള്ളൂ. 40 ലക്ഷം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം. ഇതാണ് ഈ പദ്ധതി. അത് 2 വർഷം കഴിഞ്ഞു. ഇനിയും 2 വർഷത്തെ കാര്യമാണ്. അന്നേരം ഈ തുച്ഛമായ തുക കണ്ടെത്താൻ എന്താ സംസ്ഥാന ഗവൺമെൻറ് സാധിക്കത്തില്ലേ? 2 ലക്ഷം കോടിയുടെ ആനുവൽ ബഡ്ജറ്റുള്ള ഒരു സംസ്ഥാനത്തിന് ഈ 200 കോടി രൂപ വേണ്ട എന്ന് പറയാനുള്ള ആർജവം വേണ്ടേ? അതോ ഇതെല്ലാം നടന്നോട്ടെ എന്നാണ്? PM-ന്റെ പ്രധാനമന്ത്രിയുടെ പടം വെക്കുന്നതാണ് വലിയ ഒരു ആക്ഷേപമായി ഒരു സമയത്ത് ഉന്നയിച്ചത്. മനസ്സിൽ പടം വരച്ചിട്ടവർക്ക് ഇനിയിപ്പോൾ അത് പ്രദർശിപ്പിക്കുന്നതിന് ഒരു ജാള്യതയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ CJP ഡീലെന്നൊന്നും പരിമിതപ്പെടുത്തുന്നില്ല. നിലപാടില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ വേണ്ടി ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സർക്കാരിൻ്റെ വികലമായ നടപടി എന്നുള്ളത് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ല, സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ 1-ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലവും അതിന് ശേഷവും പറഞ്ഞ കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളാക്കി. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി ലോകത്തിന് മാതൃകയാണ്. എല്ലാം സ്മാർട്ട് ക്ലാസ് ആക്കി എന്നൊക്കെയല്ലേ പറഞ്ഞത്? എല്ലാം സ്മാർട്ട് ക്ലാസ് ആക്കിയ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ബ്ലോക്കിൽ ഒരെണ്ണത്തിന് ഈ പണം കിട്ടിയതുകൊണ്ട് എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? അതിൻ്റെ ആപത്ത് അവർ പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഇത് ഈ എത്രയോ കേന്ദ്ര ഗവൺമെൻറ് സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നിലയിലേക്ക് ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഇവർ പറഞ്ഞത് ഇതിൻ്റെ ആപത്ത്, ആ ആപത്തെല്ലാം ഇപ്പോൾ ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് അപ്രത്യക്ഷമായത്, അതല്ലാതാകുന്നത്? അന്നേരം അവർ നേരത്തെ പറഞ്ഞ ശരിയാണെങ്കിൽ സംഘീവൽക്കരണം കേരളത്തിൽ നടക്കാൻ ഉള്ള മീഡിയമായി ഈ ഗവൺമെൻറ് മാറുന്നു എന്നുള്ളതാണ് വസ്തുത.